മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ആരാണ് എൻ്റെ അയൽക്കാരൻ? ഇന്നത്തെ സുവിശേഷത്തിൽ യേശു അഭിമുഖീകരിക്കുന്ന ഒരു വലിയ ചോദ്യം ഇതാണ്. ചോദ്യങ്ങൾ എന്നും നല്ലതാണ്. ചില നല്ല ചോദ്യങ്ങളാണ് ചില മഹത്തായ സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 5-ാം വാക്യത്തിൽ തോമാസ് ലീഹായുടെ "നീ എവിടെ പോകുന്നു" എന്ന ചോദ്യമാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന ക്രിസ്തുവിൻ്റെ മഹത്തായ വെളിപ്പെടുത്തലിന് കാരണം. അപ്രകാരം നിയമജ്ഞൻ യേശുവിനോട് ചോദിച്ച ചോദ്യം നമുക്ക് സമ്മാനിച്ചത് സമയത്തെയും കാലത്തെയും ദേശത്തെയും സംസ്കാരത്തെയും ഒക്കെ അതിജീവിക്കുന്ന നല്ല സമറായൻ്റെ ഉപമയാണ്. യാത്രയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഉപമ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. യാത്ര, വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ഒരുപാട് പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് യാത്ര. വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യ പുസ്തകത്തിൽ ആരംഭിക്കുന്ന യാത്രയുടെ സൂചനകൾ വെളിപാടിൻ്റെ പുസ്തകത്തിലും തുടരുകയാണ്. പാപം വഴി പറുദീസയിൽ നിന്ന് ആദവും ഹവ്വയും പുറത്തേക്ക് നടത്തുന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ യാത്ര. ഈശോയുടെ രണ്ടാമത്തെ വരവിനെ ഓർമ്മിപ്പിച്ചാണ് വെളിപാടിൻ്റെ ഗ്രന്ഥം അവസാനിക്കുന്നത്. ആദ്യത്തെ യാത്ര ദൈവത്തിൽ നിന്ന് വിദൂരത്തേക്കായിരുന്നെങ്കിൽ രണ്ടാമത്തേത് ദൈവത്തോട് ചേർന്ന് നടത്തുന്ന യാത്രയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ രണ്ട് യാത്രകൾ മാത്രമാണുള്ളത്. ഒന്നുകിൽ ദൈവത്തിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകലുന്ന യാത്ര. ഇന്നത്തെ വചനഭാഗത്ത് നാം 5 യാത്രകൾ കാണുന്നുണ്ട്. ജെറുസലേമിൽ നിന്ന് യാത്ര ചെയ്യുന്ന മനുഷ്യൻ, കവർച്ച ചെയ്യാൻ യാത്ര ചെയ്യുന്നവർ, യാത്ര ചെയ്യുന്ന പുരോഹിതനും ലേവായനും, പിന്നെ നമ്മുടെ കഥാനായകൻ സമറായനും. ഇതിൽ സമറായനാണ്, അവൻ്റെ യാത്രയാണ് നമ്മുടെ ശ്രദ്ധാകേന്ദ്രം. നായകനായി യേശു അവതരിപ്പിച്ച സമറായൻ ശരിക്കും യഹൂദരുടെ കണ്ണിൽ ഒരു വില്ലനാണ്. BC 722 അസീറിയ ഇസ്രായേലിനെ കീഴടക്കി അടിമത്തത്തിലേക്ക് നയിച്ചു. അസീറിയയിലേക്ക് നാട് കടത്തിയതിനു ശേഷം സമറിയായിൽ അവശേഷിച്ചിരുന്നവർ അസീറിയൻ ജനതയുമായി വിവാഹബന്ധത്തിലേർപ്പെടുകയും ഒരു പ്രത്യേക വംശീയ മതവിഭാഗമായി രൂപപ്പെടുകയും ചെയ്തു. അവർ സ്വന്തം മതപരമായ ആചാരങ്ങളും പാരമ്പര്യങ്ങളും വികസിപ്പിച്ചെടുത്തു. ജെറുസലേമിന് പകരം ഗരിസീം പർവ്വതത്തിലെ ആരാധന ഉൾപ്പെടെ. അപ്രകാരം താഴ്ന്ന വർഗ്ഗക്കാരായ മുദ്രകുത്തി യഹൂദജനം ഒന്നടങ്കം വില്ലന്മാരായി കണ്ടിരുന്നവരെ യേശു തൻ്റെ കഥയിലെ നായകനാക്കുകയാണ്. വേർതിരിവുകളില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണണമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സമറയാക്കാരൻ. യേശു നല്ല സമറായൻ്റെ കഥ പറയുമ്പോൾ ഒരു നല്ല സമറായനെ കൺമുമ്പിൽ കണ്ടു വളർന്നതിൻ്റെ ഓർമ്മകൾ കൂടി അതിലുണ്ട്. യേശുവിനും മറിയത്തിനും വേണ്ടി എല്ലാം ത്യാഗം ചെയ്ത ജോസഫ് എന്ന സമറായൻ. യഹൂദ നിയമപ്രകാരം വിവാഹത്തിന് മുൻപേ ഗർഭിണിയാകുന്നവളെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാണ്. എന്നാൽ യൗസേ പിതാവ് തൻ്റെ ജീവിതയാത്ര ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് മറിയത്തിൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തൈലം പൂശുകയാണ്. ഈ ഓർമ്മകളായിരിക്കാം യേശുവിൻ്റെ സമറായനെ ഒരു യാത്രികനാക്കിയത്, അലിവുള്ള മനസ്സിന് ഉടമയാക്കിയത്. നാമും യാത്രികരാണ്. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. നല്ല സമറായൻ നമുക്കൊരു മാതൃകയാണ്, വഴികാട്ടിയാണ്. നമ്മുടെയൊക്കെ യാത്രയിൽ എത്രയോ മുഖങ്ങളാണ് നാം കാണുന്നത്. എത്ര പേരാണ് നമ്മെ പരിചയപ്പെടുന്നത്. എന്നാൽ ഇവരിൽ എത്ര പേരുടെ ഇടനെഞ്ചിനെ തൊടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? എത്ര പേരുടെ ധ്യാനങ്ങളിൽ നമ്മുടെ മുഖം തെളിഞ്ഞു വരും? സമറായനെ ലേവായനിൽ നിന്നും പുരോഹിതനിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അലിയുന്ന അവൻ്റെ മനസ്സാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ ക്രിസ്തു ശിഷ്യരായ നമ്മോട് യാത്രയിൽ ഒന്നും കൂടെ കൊണ്ടുപോകരുതെന്നാണ് ഈശോ പറഞ്ഞത്. നാം ആരംഭിച്ചിരിക്കുന്ന ഈ ജീവിതയാത്രയിൽ ഇനി എന്തെങ്കിലുമൊക്കെ നാം കയ്യിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം വഴിയിൽ മുറിവേറ്റവിന് വേണ്ടി ചെലവാക്കാൻ നമുക്ക് സാധിക്കണം. യാത്രകളിൽ വഴിമുടക്കികളാകാതെ സഹായഹസ്തമാകാൻ നമുക്ക് സാധിക്കട്ടെ. ആമേൻ.